ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ രാവിലെ തന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുത്തേക്കാമെന്ന് വിചാരിച്ചു. അപ്പം നേരത്തെ തന്നെ എഴുന്നേറ്റ് ജിമ്മിലേക്ക് പോകാമെന്ന് ഓർത്തു. അപ്പം വീക്കെൻഡ് ഒരു നല്ല പ്രൊഡക്റ്റീവായിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു ടീഷർട്ടും ഒരു ഷോർട്സുമാണ് ഇടുന്നത്. എൻ്റെ സൺസ്ക്രീൻ ഒരു ഫിസിഷ്യൻസ് ഫോമുല അല്ല, ആക്സിസ് വൈഡ് ഒരു ഫിസിക്കൽ സൺസ്ക്രീനാണ് കേട്ടോ. കുറച്ച് വൈറ്റ് കാസ്റ്റൊക്കെ ഉള്ള സൺസ്ക്രീനാണ്. ഞാനിങ്ങനെ വലിയ കാര്യമായിട്ട് സൺസ്ക്രീനൊന്നും യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ള ആളല്ല. ഞാൻ വളരെ മിനിമമാണ് സൺസ്ക്രീൻ യൂസ് ചെയ്യുള്ളൂ. ഇപ്പം എൻ്റെ ജിമ്മിൽ കുറച്ച് വെയിലാണ്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സൺസ്ക്രീൻ ഇടുന്നത്. പിന്നെ ഉറങ്ങി എണീക്കുന്ന സീനിൽ ആദ്യം കാണാത്തത്, ആദ്യം എന്നും രാവിലെ വീക്ക് ഡേ ആയാലും വീക്കെൻഡ് ആയാലും അവൻ നേരത്തെ എണീറ്റ് പോകും. അത് അവൻ്റെ ശീലമാണ്, അവൻ്റെ ഷെഡ്യൂൾ അങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. അവൻ്റെ ഉറക്കത്തിൻ്റെ സമയം നേരത്തെ ഉറങ്ങി നേരത്തെ എണീക്കുന്ന രീതിയാണ്. ഞാൻ പറഞ്ഞില്ലേ, ജിമ്മിൽ എപ്പോഴും ഭയങ്കര വെയിലാണ് രാവിലെ ചെല്ലുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സൺസ്ക്രീൻ ഇട്ട് പോകുന്നത് കേട്ടോ. അപ്പം നമ്മൾ നേരെ വന്നിട്ട് ഞാനിപ്പോൾ കൂടുതൽ വെയ്റ്റ്സാണ് എടുക്കുക. ഞാൻ കാർഡിയോ ചെയ്യൽ നിർത്തിയേക്കുവാണ് തൽക്കാലം. ഞാൻ വെയിറ്റ് കുറയാനേ ഞാൻ ശ്രമിക്കുന്നില്ല. ഇപ്പം എൻ്റെ ബോഡി വെയ്റ്റ് ഞാൻ ഹാപ്പിയാണ്. അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് മസിൽസൊക്കെ ബിൽഡ് ചെയ്യാനുള്ള ഒരു ശ്രമത്തിലാണ്. അപ്പോൾ ഞാൻ കൂടുതൽ വെയ്റ്റ്സാണ് എടുക്കുക. പിന്നെ ചിലർ ജിമ്മിൽ വന്നിട്ട് പോയി കഴിഞ്ഞാൽ അവിടെ മൊത്തം വാരി വലിച്ചിട്ടിട്ട് പോകും. ഇപ്പോൾ കണ്ടില്ലേ, കുറേ വെയ്റ്റ്സും കാര്യങ്ങളൊക്കെ എടുത്തത് അവിടെ തന്നെ ഇട്ടിട്ട് പോയിരിക്കണം. തിരിച്ചെടുത്ത് വയ്ക്കാനുള്ള മര്യാദ പോലും ഇല്ലാത്ത കുറേ മനുഷ്യരുണ്ട്. അപ്പോൾ ഞാൻ പോയി പാട്ടൊക്കെ സെറ്റ് ചെയ്ത് പാട്ടൊക്കെ ഇട്ടാണ് ജിമ്മിൽ ചെയ്യുക. അപ്പോൾ നമുക്ക് കുറച്ച് ടൈം പാസ് ഉണ്ടാവും, അല്ലെങ്കിൽ ബോറടിക്കില്ലേ. ഞാൻ പിന്നെ തന്നെയാണ് വരാറ്. ഏട്ടൻ മടിയൊക്കെ പിടിച്ചിരിക്കും. അപ്പോൾ ഞാൻ ഏട്ടനെ നോക്കിയിരുന്ന് കഴിഞ്ഞാൽ എൻ്റെ വരൽ നടക്കില്ല. ഞാൻ കൂടുതലും വീക്കെൻഡ്സിലാണ് ഇപ്പോൾ ജിമ്മിൽ വരിക. വീക്ക് ഡേയ്സിൽ അങ്ങനെ സമയം കിട്ടാറില്ല. അപ്പോൾ ഞാൻ വെയ്റ്റ്സ് എടുക്കൽ, ഞാൻ സ്ക്വാഡ്സ് ചെയ്യും നന്നായിട്ട്. അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. പിന്നെ ഇങ്ങനെ ചെറിയ വെയിറ്റ്, ഇതിപ്പോൾ 6 കിലോ ആണ് എടുത്തേക്കുന്നത്. 4 കിലോയുടെ ആണ് ഈ കൈ വെച്ച് ചെയ്യാൻ എനിക്ക് കുറച്ച് വെയ്റ്റ്സ് എടുക്കൽ കുറച്ച് പാടാണ്. നേരെ മറിച്ച് കാലിൻ്റെ എന്ത് അഭ്യാസത്തിനും കുറച്ച് വെയിറ്റ് വെച്ചാൽ എനിക്ക് കുഴപ്പമില്ല. കൂടുതലും പെൺകുട്ടികൾക്കൊക്കെ അങ്ങനെയാണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. നമുക്ക് കൈക്കാണ് നമുക്ക് സ്ട്രെങ്ത്ത് കുറവ്, നമ്മുടെ കാലിന് കുറച്ചുകൂടെ സ്ട്രെങ്ത്ത് കൂടുതലായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഞാനിപ്പോൾ കാർഡിയോ ഭയങ്കര കുറച്ചേക്കുമാണ് ചെയ്യൽ. ഇപ്പം വന്നു കഴിഞ്ഞാൽ ഒരു 20 മിനിറ്റ്സ് ഞാൻ ജിമ്മിൽ നല്ല വെയിറ്റ് എടുക്കും, എന്നിട്ട് തിരിച്ചു പോകും. അതാണ് എൻ്റെ യൂഷ്വൽ ഷെഡ്യൂൾ ഞാൻ എപ്പോഴും ചെയ്യാറ്. അപ്പോൾ ആഴ്ചയിലൊരു 3 ദിവസമൊക്കെ വെയിറ്റ് ട്രെയിനിങ് ചെയ്യും. ഇപ്പോൾ എനിക്ക് സത്യത്തിലൊരു ജിം ട്രെയിനറെ വെച്ച് ചെയ്യണം എന്നൊക്കെ ഉണ്ട്. ഇതിപ്പോൾ നമ്മുടെ അപ്പാർട്ട്മെൻറ്റ് ജിം തന്നെയാണ്. അപ്പോൾ ജിം ട്രെയിനറെയൊക്കെ വെച്ച് ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ജിമ്മിൽ ജോയിൻ ചെയ്യണം. അപ്പോൾ പിന്നെ വണ്ടി എടുത്ത് പോകണം അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ചിലപ്പോൾ മടി. അപ്പോൾ അപ്പാർട്ട്മെൻറ്റ് ജിമ്മാകുമ്പോൾ നേരെ താഴേക്ക് ഇറങ്ങി വന്നാൽ ചെയ്യുമല്ലോ. അപ്പം അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ 20 മിനിറ്റ്സ് അത്യാവശ്യം നല്ല വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ ഇനി വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് നമ്മളിന്ന് സിനിമയ്ക്ക് പോകാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. സൂക്ഷ്മദർശിനി എന്നും പറഞ്ഞിട്ടൊരു സിനിമ. അപ്പം മിക്കവാറും നല്ല റിവ്യൂ ഒക്കെ കേട്ട് കാണും. അപ്പോൾ ഞാനും റിവ്യൂ കേട്ടിട്ടാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ വീട്ടിലെത്തി നേരെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ജിമ്മിലിട്ടതും വീട്ടിലിട്ടതും ഇപ്പോൾ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തപ്പോഴാണ് ശ്രദ്ധിച്ചത്, രണ്ടും ഒരേ കളർ ടീഷർട്ടാണ്. പക്ഷെ ഞാൻ മാറി കേട്ടോ, ജിമ്മിലിട്ട ടീഷർട്ടല്ല ഇത്. ഞാനിപ്പോൾ എഡിറ്റ് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചത് എന്ത് ഇതേ കളർ ടീഷർട്ടെന്ന്. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞാൻ എൻ്റെ ബേസിക് സ്കിൻ കെയർ ഒക്കെ ചെയ്യുവാണ്. അപ്പോൾ സ്കിൻ കെയറിന് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ബ്യൂട്ടി ഓഫ് ജോസോൻ്റെ ഒരു ഗ്ലോ സിറമും പിന്നെ ഫേസ് ഷോപ്പിൻ്റെ ഒരു റൈസ് മോയ്സ്ചറൈസറും പിന്നെ ഇൻകിലിസ്റ്റിൻ്റെ ഒരു ഐ ക്രീമുമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. വീട്ടിലിരിക്കുമ്പോൾ ഞാൻ സൺസ്ക്രീനൊന്നും യൂസ് ചെയ്യലില്ല. അതെനിക്ക് പണ്ടേ ഉള്ള ശീലമല്ല, ഞാൻ യൂസ് ചെയ്യലേ ഇല്ല. പിന്നെ ഞാൻ പുറത്ത് പോവുകയാണെങ്കിലും കാറിൽ പോകുന്നതിന് ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യത്തില്ല. ഇനിയിപ്പം അത്യാവശ്യം ഇങ്ങനെ ഡയറക്റ്റ് വെയിലിലേക്കൊക്കെ പോവുകയാണെങ്കിൽ മാത്രമാണ് ഞാൻ സൺസ്ക്രീൻ ഉപയോഗിക്കാറുള്ളൂ. അത് എൻ്റെ ഒരു ശീലം അങ്ങനെയാണ്. അതിനുശേഷം ബെഡൊക്കെ ഒന്ന് മടക്കി വെച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ്, അപ്പോൾ ഇന്ന് ആലു പറാട്ടയാണ് ബ്രേക്ക്ഫാസ്റ്റ്. ആ മുട്ടയായിട്ട് അങ്ങനെ കഴിക്കാനുള്ള കേട്ടോ, ഞാൻ കഴിക്കലില്ല. പിന്നെ നമ്മുടെ ഗ്രീക്ക് യോഗേർട്ട് ഉണ്ട്, അച്ചാറുണ്ട്, പിന്നെ കാപ്പിയുണ്ട്. ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഫുഡാണെങ്കിലും ഞാൻ അത്യാവശ്യം കുറച്ച് കൂടുതൽ അളവ് കഴിക്കാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴാണ് ജിമ്മിലൊക്കെ പോയി വെയിറ്റൊക്കെ എടുക്കുമ്പോൾ അത്യാവശ്യം ഫുഡ് ക്വാണ്ടിറ്റി ചെല്ലണമല്ലോ. അല്ലെങ്കിൽ ഇങ്ങനെ ഞാൻ ഉണങ്ങി വരുന്ന പോലെ എനിക്ക് തന്നെ തോന്നുന്നു. അതുകൊണ്ട് ഇത് ഒരു കപ്പ് ഞാൻ കണ്ടപ്പോൾ കാണിച്ചാട്ടെ. ആദിക്ക് 1 വയസ്സ് പോലും ഇല്ല ഈ സമയത്ത്. 1 വയസ്സില്ല, നാട്ടിലാണ്. ആദ്യം ഇവിടെ വന്നിട്ടാണ് 1 വയസ്സായത്. അപ്പോൾ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ആദ്യയുടെ ഫോട്ടോയൊക്കെ ഉള്ളത് ഞാനിങ്ങനെ കപ്പിൽ പ്രിൻ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കാണാമല്ലോ, അവനും കാണാം. അപ്പോൾ നേരെ ഏട്ടനും ഞാനിങ്ങോട്ട് പോയി ബ്രേക്ക്ഫാസ്റ്റൊക്കെ എടുത്തിട്ട്, അപ്പോഴേക്കും ആദിക്ക് വായിക്കാനുള്ള കുറച്ച് ബുക്സൊക്കെ നമ്മൾ ഐപാഡിലുണ്ട്. അപ്പോൾ അതൊക്കെ അവൻ വായിച്ചുകൊണ്ടിരിക്കലാണ്. ബുക്ക് വായിക്കുക അല്ല, ഗെയിം കളിക്കുക, അങ്ങനെ പലതും ചെയ്യും ആശാൻ. ഇപ്പോൾ ബുക്ക് വായിക്കലാണ് രാവിലെ തന്നെ കൊടുത്തിരിക്കുന്ന ടാസ്ക്. അപ്പോൾ ആ സമയത്ത് ഞാനും ഏട്ടനും കൂടെ വന്നിരുന്നിട്ട് കുറച്ച് നേരം ടി വി കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ആദ്യം ടി വി കാണാത്തപ്പോഴാണ് നമുക്ക് ടി വി കാണാനുള്ള ഓപ്ഷനുള്ളൂ. അപ്പോൾ നേരെ വന്നിരുന്നിട്ട് ടി വി കാണുവാണ്. ടി വിയിൽ നെറ്റ്ഫ്ലിക്സിൽ ലക്കി ഭാസ്കർ എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായിരുന്നു. അത് ഞാൻ
ഫ്രൈഡേ രാത്രി തന്നെ കണ്ടായിരുന്നു. കുഴപ്പമില്ല, ജസ്റ്റ് ഇങ്ങനെ OTT-യിലൊക്കെ കണ്ടിരിക്കാം, അത്രേ ഉള്ളൂ. പിന്നെ സിക്കന്ദർ കാ മുക്കന്ദർ എന്ന് പറഞ്ഞ സിനിമ, അതാണിപ്പോൾ കണ്ടത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആദ്യം കൊണ്ട് ഏട്ടൻ പൂളിലേക്ക് പോയി. ഞാൻ എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ കഴിച്ചുകൊണ്ട് ഞാൻ പോയില്ല, അല്ലെങ്കിൽ ഞാനും പോയേനെ. അപ്പോൾ പൂളിലേക്ക് പോയ സമയത്ത് ഞാനിരുന്നിട്ട് എൻ്റെ നെയിൽ പെയിൻ്റൊക്കെ ഒന്ന് മാറ്റുകയാണ്. സോ യൂഷ്വലി വീക്കെൻഡിലാണ് ഈ പരിപാടികളൊക്കെ ചെയ്യുക. അപ്പോൾ ഒരു ന്യൂഡ് കളർ നെയിൽ പെയിൻ്റാണ് ഇട്ടേക്കണം. ആ സമയത്ത് ഞാൻ യൂട്യൂബിൽ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ വീഡിയോസൊക്കെ ഉണ്ടെങ്കിൽ കാണാൻ ശ്രമിക്കും. വീക്കെൻഡ് മാത്രമാണ് എനിക്കതൊക്കെ കാണാൻ സമയമുള്ളൂ. ആ സമയത്ത് എന്തെങ്കിലുമൊക്കെ കാണും. അതിനുശേഷം ഞാൻ പറഞ്ഞല്ലോ സിനിമയ്ക്ക് പോകാൻ വേണ്ടി ബുക്ക് ചെയ്തത്. അപ്പോൾ ഈ ഒരു ടോപ്പും പിന്നെ റിബ്ഡ് ജീൻസ്, എനിക്ക് എത്ര കാലം കഴിഞ്ഞാലും എനിക്ക് തോന്നുന്നു ഈ ഒരു സ്റ്റൈൽ ഞാൻ മാറ്റില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഡ്രസ്സിങ് സ്റ്റൈലാണ് കീറിയ ജീൻസ് എന്ന് പറയുന്നത്. അത് വർഷങ്ങളായിട്ട് ഞാൻ ഇടുന്നുണ്ട്. ഇപ്പോൾ സത്യത്തിൽ റിബ്ഡ് ജീൻസ് അത്രയ്ക്ക് വലിയ ട്രെൻഡൊന്നും അല്ല, പക്ഷെ എന്നാലും എനിക്ക് ഇപ്പോഴും റിബ്ഡ് ജീൻസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അതൊക്കെ ഇട്ട് ഞാൻ എൻ്റെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യണം. മേക്കപ്പ് ചെയ്ത സമയത്ത് തന്നെ എൻ്റെ ഫേവറേറ്റ് ലിപ്പ് ലൈനർ നേരെ താഴേക്ക് പോയി. അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷനാണ് കണ്ടത്. പിന്നെ ഞാൻ എപ്പോഴും ലിപ്പ് ലൈൻ ചെയ്യുമ്പം നമ്മുടെ ക്യൂപ്പിഡ്സ് ബോ ഇല്ലേ, അത് ഞാനിങ്ങനെ സ്ട്രെയിറ്റ് ആക്കും. എനിക്കതാണ് ഇഷ്ടം. പിന്നെ ഞാൻ എപ്പോഴും ലിപ്സ് ഓവർലൈൻ ചെയ്യും. അതെൻ്റെ ഒരു ശീലമാണ്. പിന്നെ എപ്പോഴും ഒരു ബോൾഡ് ലിപ്സാണ് ഇടുക. ഫേസ് മേക്കപ്പ് ഒന്നും ചെയ്യില്ല. കൺസീലർ, ഇപ്പോൾ ടാർട്ടിൻ്റെ ഒരു കൺസീലറാണ്. ആ കൺസീലർ ഇട്ട് ജസ്റ്റ് ഇങ്ങനെ അണ്ടർ ഐയിൽ മാത്രം ഒന്ന് കൺസീൽ ചെയ്ത് കൊടുക്കും. പിന്നെ ഈ ഒരു ഇത് ഞാൻ വാങ്ങിച്ചത് ഏതാ, മുംസോയിൽ നിന്ന് എന്തോ വാങ്ങിച്ച ലിപ്സ്റ്റിക്കാണ്. വാങ്ങിച്ചതല്ല, എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. അപ്പോൾ അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇതാണ് ആദ്യം ഇരുട്ടായിരുന്നു ആദ്യം ഷൂട്ട് ചെയ്ത് കൊടുത്ത്. അപ്പോൾ ഇതാണ് മൊത്തത്തിൽ മേക്കപ്പൊക്കെ കഴിഞ്ഞത്. ഞാൻ പറഞ്ഞ പോലെ ഹൈ വേസ്റ്റ് ജീൻസാണ് എപ്പോഴും ഇഷ്ടം. അത് നല്ല റിബ്ഡൊക്കെ ആണെങ്കിൽ ഭയങ്കര ഇഷ്ടം. പിന്നെ ഇത്രയും ടൈറ്റായിട്ട് ഇടുന്നത് ഇഷ്ടമല്ല സത്യത്തിൽ. ഈ ജീൻസ് എനിക്കിപ്പോൾ കുറച്ച് ടൈറ്റായി, അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഈ ജീൻസ് കുറച്ചുകൂടെ ലൂസായി കിടക്കുന്നതാണ് എനിക്ക് കംഫർട്ടബിൾ. പിന്നെ തിയേറ്ററിൽ പോകുമ്പോൾ തണുക്കും, അവിടെ ഭയങ്കര തണുപ്പായിരിക്കും. അതുകൊണ്ട് ഞാൻ ഈ ഒരു ജാക്കറ്റും കൂടെ ഇട്ടുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ആ ടോപ്പും ആ ജീൻസും ഇട്ട് മുടി അഴിച്ചിട്ട് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഡ്രസ്സിങ്ങും മേക്കപ്പൊക്കെ ഏകദേശം ഇപ്പോൾ എന്നെ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാമല്ലോ ഞാൻ യൂഷ്വലി ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. അതേപോലെയൊക്കെ ചെയ്തു. പിന്നെ ഏട്ടനും റെഡി ആവണം. അപ്പോൾ ഏട്ടൻ്റെ ഡ്രസ്സൊക്കെ ഞാൻ എന്തൊക്കെയോ അഭിപ്രായം പറഞ്ഞുകൊണ്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ നമ്മൾ റെഡിയായിട്ട് നേരെ പോവുകയാണ്. അപ്പം ഇതിപ്പോൾ ഉച്ച കഴിഞ്ഞു പോകുന്നത്. ബട്ട് നമ്മൾ ആലു പറാട്ട കഴിച്ചുകൊണ്ട് നമുക്ക് ഒട്ടും വിശക്കുന്നില്ലായിരുന്നു. അപ്പോൾ കാപ്പിയും വെള്ളമൊക്കെ ഞാൻ യൂഷ്വലി വീട്ടിൽ നിന്ന് കൊണ്ടുപോകും സിനിമയ്ക്ക് പോകുമ്പോൾ. ഞാൻ അവിടെ നിന്ന് അങ്ങനെ വാങ്ങൽ കുറവാണ്. അപ്പോൾ നമ്മളങ്ങനെ നേരെ പാട്ടൊക്കെ കേട്ട് നേരെ മോൾ ഓഫ് എമിറേറ്റ്സിലാണ് സിനിമയ്ക്ക് ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇപ്പം സിനിമയ്ക്ക് പോകലെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നല്ല റിവ്യൂ ആണെങ്കിൽ മാത്രമേ ഞാൻ പോകലുള്ളൂ. അല്ലെങ്കിൽ എന്നു വെച്ചാൽ ഒരു മാസം കഴിയുമ്പോൾ അത് OTT-യിൽ വരും. അപ്പോൾ അത്ര നല്ല സിനിമയാണെന്ന് കേട്ടാൽ ഞാൻ പോകും, അങ്ങനെ ചെയ്യലുള്ളൂ. അപ്പോൾ സൂക്ഷ്മദർശിനി അത്യാവശ്യം നല്ല സിനിമയാണെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരാഴ്ചയായി റിലീസ് ചെയ്തിട്ട്, അപ്പോൾ വിചാരിച്ചു പോയേക്കാം. ആദ്യം ഇറങ്ങിയ 2 ദിവസമൊക്കെ അതിനെന്ത് വലിയ നല്ല റിവ്യൂ ഉണ്ടായിരുന്നില്ല. പിന്നെ അത്യാവശ്യം നല്ല റിവ്യൂ കേട്ടപ്പോൾ എന്നാൽ പിന്നെ പോയേക്കാമെന്ന് വിചാരിച്ചിട്ട് ബുക്ക് ചെയ്തതാണ്. അപ്പോൾ നേരെ മോൾ ഓഫ് എമിറേറ്റ്സാണ് നമുക്ക് അടുത്തുള്ള വോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നേരെ അങ്ങോട്ടേക്ക് വന്നു. ആദ്യം എനിക്കൊരു കടയിൽ പോകണമായിരുന്നു. ആ കടയിൽ പോയതുകൊണ്ട് സത്യത്തിൽ സിനിമയ്ക്ക് ഞാൻ ലേറ്റായി. പക്ഷേ ഇവിടെ പരസ്യമൊക്കെ കഴിഞ്ഞ് സിനിമ ലേറ്റായി തുടങ്ങുന്നതുകൊണ്ട് സീനൊന്നും മിസ് ചെയ്തില്ല. ബട്ട് ഞാനൊരു 10 മിനിറ്റ് ലേറ്റായിട്ടാണ് തിയേറ്ററിൽ ചെന്ന് കയറിയത്. പക്ഷേ എന്നാലും കുഴപ്പമില്ല, സിനിമ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഞാനൊരു കടയിൽ കയറി കുറച്ച് സമയം കളഞ്ഞു, അതാ പറ്റിയത്. അപ്പോൾ നേരെ നമ്മൾ തിയേറ്ററിലേക്ക് എത്തി. ഇനി സിനിമ തുടങ്ങാൻ പോവാണ്. അങ്ങനെ സിനിമ കണ്ടു, ഇഷ്ടപ്പെട്ടു. ഒരു നൈസ് ത്രില്ലർ മൂവിയായിരുന്നു. എല്ലാവർക്കും ഒന്ന് പോയി കാണാവുന്നൊരു സിനിമയാണ്. എനിക്കിങ്ങനത്തെ ത്രില്ലർ സസ്പെൻസ് ഒക്കെ ഉള്ള സിനിമയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കത് അത്യാവശ്യം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു സിനിമ. അത് കഴിഞ്ഞിട്ട് സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് സമയം ഏകദേശം 4 മണി കഴിഞ്ഞായിരുന്നു. അപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഭയങ്കര വിശപ്പായി. അപ്പോൾ കഴിക്കാണ്ട് കയറിയത് വിശക്കുന്നില്ല, നമുക്ക് പയ്യെ കഴിക്കാമെന്നും പറഞ്ഞിട്ടാണ്. ബട്ട് സിനിമ കഴിഞ്ഞപ്പോഴേക്കും നന്നായിട്ട് വിശന്നു. അപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ കഴിച്ചിട്ട് വീട്ടിലേക്ക് പോകാം എന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ വിചാരിച്ചു സെഫോറയിൽ ഇപ്പോൾ സെയിൽ നടക്കുകയാണ്. അപ്പോൾ എനിക്കൊരു എന്തെങ്കിലുമൊക്കെ പോയി നോക്കാം, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങിക്കാമെന്ന് വിചാരിച്ച് ഞാൻ സെഫോറയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ ഒരാഴ്ച, കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഓൺലൈൻ ഭയങ്കര സെയിലാണ്. ഇപ്പോൾ സെഫോറയിലൊക്കെ പോയി കഴിഞ്ഞാൽ 30 to 70% സെയിലുണ്ട് കേട്ടോ. അപ്പം ആർക്കെങ്കിലൊക്കെ എന്തെങ്കിലും വാങ്ങണമെങ്കിൽ ഈ ഒരു വീക്കെൻഡ് ഭയങ്കര നല്ലതാണ്. എല്ലാ കടയിലും
ബ്ലാക്ക് ഫ്രൈഡേ സെയിൽ നടക്കണം. അപ്പോൾ എല്ലാ കടയിലും നല്ല ഓഫറാണ്. സെഫോറയുടെ ഓഫറൊക്കെ അറിയാമല്ലോ, നമുക്ക് വല്ലപ്പോഴും മാത്രമേ വരലുള്ളൂ. അപ്പോൾ ആ സമയത്ത് പോയിട്ട് വേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ വാങ്ങുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ നടന്നു പോകുന്നത് കണ്ടോ, ഇപ്പോൾ കാണാം കുറേ പിള്ളേർ ഓടി വന്ന് എന്നെ ഇടിച്ചിട്ട് ഞാനിപ്പം മരിച്ചു വീഴാണ്. എങ്ങനെയോ ഞാനങ്ങ് നടന്നപ്പോൾ ഒരു കറക്റ്റ് മുന്നിൽ കൂടെ ഓടി, അല്ലെങ്കിൽ എന്നെ ഇടിച്ചിട്ട് ഞാനവിടെ വീണേനെ. അപ്പോൾ നമ്മൾ നേരെ സെഫോറയിലെത്തി. ഞാനൊരു ഹൈലൈറ്ററും ഒരു ബ്ലഷും വാങ്ങാനാണ് വന്നത്. പക്ഷേ എനിക്ക് ഇവിടെ നിന്ന് ബ്ലഷ് കിട്ടിയില്ല, അതൊരു ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരുന്നു, ഫെൻറ്റി ബ്യൂട്ടിയുടെ. അപ്പോൾ അതിൻ്റെ ഒരു ഹൈലൈറ്റർ മാത്രമാണ് ഞാൻ വാങ്ങിച്ചേട്ടോ. അപ്പോൾ കുറച്ച് നേരം സെഫോറയിലൊക്കെ കറങ്ങിയപ്പോൾ സെയിലായതുകൊണ്ട് ഞാൻ ഫുൾ കറങ്ങി നടന്ന് എല്ലാം കണ്ടു. എന്നിട്ട് ഞാൻ സെയിലില്ലാത്ത സാധനമാണ് വാങ്ങിച്ചതും. ഒരു നോർമൽ ഒരു ഹൈലൈറ്റർ, എൻ്റെ കയ്യിൽ ഹൈലൈറ്റർ ഒന്നും ഉണ്ടായിരുന്നില്ല. നേരത്തെ ഞാനിങ്ങനെ ഹൈലൈറ്ററൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യാമായിരുന്നു. അപ്പോൾ ഇല്ല ഒറ്റണം കയ്യിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഒരെണ്ണം വാങ്ങിച്ചേക്കാമെന്ന്. അത് കഴിക്കാനായിട്ട് നമ്മൾ ഫർസി കഫേ എന്നും പറഞ്ഞിട്ട് ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഉണ്ട്. ആദ്യം തന്നെ മോളിൽ തന്നെയാണ്. അപ്പോൾ അതിവിടെ കഴിക്കാനായിട്ട് വന്നു. അപ്പോൾ എവിടെ കഴിക്കണം എന്നിങ്ങനെ കുറേ നേരം ഞാനും ഏട്ടനും കൂടെ അവിടെ ആലോചിച്ച് ഇന്ന് പല ഓപ്ഷൻസും നോക്കി അവസാനം എന്നാൽ പിന്നെ ഇന്ത്യൻ കഴിക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഏകദേശം ഒരു മെനുവും പ്രൈസൊക്കെ ഈ ഒരു റേഞ്ചിലാണ് വരുന്നത്. അത്യാവശ്യം നല്ല ഫുഡാണ്. എനിക്ക് ആകെ ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഫുഡിനൊക്കെ കുറച്ച് ഉപ്പ് കൂടുതലായ പോലെ എനിക്ക് തോന്നി. അതും ഞാനിപ്പം കഴിക്കുന്ന സാധനത്തിന് കഴിക്കൽ ഉപ്പ് കുറച്ച് കഴിക്കുന്നതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. പിന്നെ ഇത് നമുക്ക് അവർ എന്തോ ഷെഫിൻ്റെ സ്പെഷ്യലാണെന്നും പറഞ്ഞ് വെറുതെ കൊണ്ട് തന്നെയാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഒരു മാംഗോ സംഭവമൊക്കെ അകത്ത് വെച്ച് നല്ല യമ്മിയായിരുന്നു. പിന്നെ ഞാൻ സ്വീറ്റ് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ടായിരിക്കും എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടു. പക്ഷേ ഒന്ന് വായിലേക്ക് ഇട്ടപ്പോഴേക്കും തീർന്നു പോയി, അത്രേ ഉള്ളൂ. പക്ഷേ നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മളങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് ഞാനും എന്തൊക്കെയോ കറി, മട്ടൻ്റെ ഒരു ഷ്രെഡഡ് മട്ടൺ എന്തോ ഒരു സംഭവം, പിന്നെ മട്ടൺ ബിരിയാണിയോ അതുമാണ് ഓർഡർ ചെയ്തത്. അപ്പം യമ്മിയായിരുന്നു. ഭയങ്കര നെയ്യൊക്കെ ആയിട്ട് അങ്ങനത്തെ ഒരു ടൈപ്പ് ഫുഡാണ്, നമ്മുടെ ഒരു കേരള സ്റ്റൈൽ ഫുഡേ അല്ല. അപ്പം നേരെ ഞാൻ ഇരുന്നിട്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ചു. അത് ഫുള്ളൊന്നും നമുക്ക് കഴിച്ചെടുക്കാൻ പറ്റിയില്ല. ബാക്കി നമ്മൾ പാക്ക് ചെയ്ത് വീട്ടിലേക്ക് കൊടുത്തു. ഇതിപ്പോൾ എനിക്കൊരു ലോങ് വീക്കെൻഡാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്ത് നിങ്ങൾ കുറേ പേര് എൻ്റെ അടുത്ത് ഇൻസ്റ്റഗ്രാമിലൊക്കെ ചോദിക്കുന്നുണ്ട്, ചേച്ചി എന്താ ചാനൽ നിർത്തിയോ, എന്താ വീഡിയോസ് ഇടാത്തതെന്നൊക്കെ. ചാനൽ നിർത്തിയിട്ടൊന്നുമില്ല കേട്ടോ, എനിക്ക് സമയം കിട്ടാറില്ല, ഓഫീസിലൊക്കെ ഭയങ്കര തിരക്കാണ്. അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ പറ്റാത്തത്. അപ്പോൾ വിചാരിച്ചപ്പോൾ ലോങ് വീക്കെൻഡ് ആയപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ കുറച്ച് വീഡിയോ 1-2 വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ ഷൂട്ട് ചെയ്ത് ഇട്ടതാണ്. പിന്നെ ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇപ്പോൾ എനിക്ക് രാത്രി ഉറക്കത്തിൽ പെട്ടെന്നൊന്ന് ഉറക്കം പോയാൽ പിന്നെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല. ഈ കുറച്ച് നാളായിട്ടുള്ളൂ ഉറങ്ങിയിട്ട് ഒരു 2-3 മണിയൊക്കെ ഞാൻ ചിലപ്പോൾ എണീക്കും. പിന്നെ എനിക്ക് 1 മണിക്കൂർ നേരത്തേക്കൊന്നും എനിക്ക് ഉറക്കേ വരില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ മഗ്നീഷ്യം സപ്ലിമെൻറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ ടിക്ടോക്കിൽ കണ്ടു ആ സപ്ലിമെൻറ്റ് കഴിച്ച് കഴിഞ്ഞാൽ നല്ല ഉറക്കം കിട്ടും എന്നുള്ളത്. അപ്പോൾ ഞാനത് വാങ്ങിച്ചു. പിന്നെ ക്യാമമൈൽ ടീ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ഇതിപ്പം മഗ്നീഷ്യം നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം എൻ്റെ ഉറക്കം ഇടയ്ക്ക് ബ്രേക്ക് ആവുന്നില്ല. അല്ലെങ്കിൽ എനിക്ക് ടകേന്നും പറഞ്ഞ് എൻ്റെ ഉറക്കം പോകും. എനിക്കങ്ങനെ ഒരിക്കലും വന്നിട്ടില്ല, ഉറക്കം പോകുന്നു വന്നിട്ട് പിന്നെ ബുദ്ധിമുട്ടാണ്. അപ്പം ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും ടിപ്പുണ്ടേ പറഞ്ഞത് കേട്ടോ. അപ്പം നേരെ അതിന് ശേഷം എനിക്ക് കോഫി കുടിക്കണമായിരുന്നു. അപ്പം ബോബ ടീ, എനിക്ക് ടീ എന്ന് പറഞ്ഞ സംഭവമേ ഇഷ്ടമല്ല. ഈ ബോബ ടീ ഒരിക്കൽ കുടിച്ചിട്ട് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അപ്പോഴാണ് ബോബ കോഫി എന്നും പറഞ്ഞ് കണ്ടത്. ഈ ടീ ഇഷ്ടമല്ല, അതിൻ്റെ കൂടെ തണുത്ത ചായ ഒന്ന് ഓർത്ത് നോക്കിയാൽ എനിക്കിഷ്ടമല്ല ആ ഫ്ലേവർ. പിന്നെ ആ കോഫി ആയതുകൊണ്ട് ഞാൻ വാങ്ങിച്ചു നോക്കി. ഇത് നല്ല ഇഷ്ടമുണ്ടായിരുന്നു. ഒരു കോൾഡ് കോഫിയിൽ ആ ബോബ ഇട്ട പോലത്തേക്ക്. ഞാനൊരു മോക്കയും ഒരു കാരമൽ കോഫിയാണ് പറഞ്ഞത്. അത് നല്ല യമ്മിയായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ അതൊക്കെ കുടിച്ച് ഇതിപ്പോൾ സമയം 5:30 ആയിട്ടുള്ളൂ. ഇപ്പോൾ 5:30-5:45 ആകുമ്പോഴേക്കും ഇവിടെ ഇരുട്ടാവും, തണുപ്പൊക്കെ തുടങ്ങിയപ്പോൾ അതുകൊണ്ടാണ് ഇത്ര ഇരുട്ടായിട്ട് തോന്നുന്നത്. അങ്ങനെ നമ്മൾ നേരെ വീട്ടിലെത്തി. ഞാൻ പിന്നെ കണ്ടുകൊണ്ടിരുന്ന സിനിമ സിക്കന്ദർ കാ മുക്കന്ദർ സിനിമ, അത് ബാക്കി കണ്ടു തീർത്തു. അത് കുഴപ്പമില്ല, ഒരു ആവറേജ് മൂവി. ഒരു ആവറേജ് എന്ന് പറയാൻ പറ്റില്ല, ഒരു ബിലോ ആവറേജ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. എന്നാലും കുഴപ്പമില്ല, കണ്ടിരിക്കാം. ഈ പറഞ്ഞ OTT-യിലൊക്കെ കണ്ടിരിക്കാവുന്നൊരു ചെറിയൊരു സസ്പെൻസൊക്കെ വെച്ച പോലത്തെ ഒരു സിനിമ. അപ്പോൾ ആ സിനിമയും കണ്ട് അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു ഡേ അവസാനിച്ചു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് കീപ് ലവിങ് മൈ ചാനൽ. സീ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ടിൽ ദെൻ യു ടേക്ക് കെയർ. ബൈ.